പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹായിക്ക് സ്തുതി, ആദ്യം മുതൽ എന്നേക്ക് തന്നെ ആമേൻ. ട്രൂ ഫെയ്ത്തിലേക്ക് എല്ലാവർക്കും ആത്മാർത്ഥമായ സ്വാഗതം. ഞാൻ യാക്കോബ സഭയിലെ ഇട്ടു പാലക്കൽ കോറപ്പിസ്കോപ്പ. സത്യവിശ്വാസം സംബന്ധിച്ച കാര്യങ്ങളാണ് ഇവിടെ പറയുന്നത്. ഇന്ന് പറയാൻ ഉദ്ദേശിക്കുന്നത് വിശുദ്ധ മറിയാം അമലോത്ഭവയാണോ എന്ന വിഷയത്തെ ആസ്പദമാക്കിയാണ്. ഒരു ദിവസം മുമ്പ് ഞാനൊരു വീഡിയോ കണ്ടതിൽ വിശുദ്ധ കത്തോലിക്ക സഭയിലെ ഒരച്ഛൻ വിശുദ്ധ മറിയാം അമലോത്ഭവ തന്നെയാണ് എന്ന് സ്ഥാപിക്കുകയാണ് അച്ഛൻ. അപ്പം അതിനോട് യാക്കോബായ സഭയ്ക്ക് യോജിക്കാൻ പറ്റുന്നില്ല. ഒന്നാമതായി അച്ഛൻ പറയുന്നത്, ലോകസ്ഥാപനത്തിന് മുമ്പ് തന്നെ തിരഞ്ഞെടുക്കപ്പെട്ടവളാണ് മറിയാമെന്ന്. നമ്മളെല്ലാവരും ലോകസ്ഥാപനത്തിന് മുമ്പേ തിരഞ്ഞെടുക്കപ്പെട്ടവരാണ്. എഫേസ്യർ 1:4 അത് പറയുന്നുണ്ട്. ലോകസ്ഥാപനത്തിന് മുമ്പേ അവൻ നമ്മെ അവനിൽ തിരഞ്ഞെടുത്തു എന്ന് പറയുമ്പോൾ, ലോകം സൃഷ്ടിക്കുന്നതിന് മുമ്പ്, മനുഷ്യരെ സൃഷ്ടിക്കുന്നതിന് മുമ്പ് നമുക്ക് നമ്മുടെ രൂപത്തിലും ഛായയിലും മനുഷ്യരെ സൃഷ്ടിക്കാമെന്ന് പറഞ്ഞപ്പോൾ മുതൽ മനുഷ്യൻ പാപം ചെയ്യും എന്നുള്ള കാര്യം ഉറപ്പായി. മാലാഹമാരെ സൃഷ്ടിച്ചപ്പോൾ തന്നെ മാലാഹമാർ പാപം ചെയ്തു. പിന്നെ മനുഷ്യനെ സൃഷ്ടിച്ചാൽ അവൻ പാപം ചെയ്യാണ്ടിരിക്കും. അപ്പോഴോട് പുത്രതമ്പുരാൻ അത് ഏറ്റെടുക്കാണ്. ഞാൻ അതിന് പരിഹാരം ഉണ്ടാക്കിക്കോളാം. ഞാൻ പിതാവിൻ്റെ ഇഷ്ടമനുസരിച്ച്, പരിശുദ്ധ റൂഹായുടെ സമ്മതം അനുസരിച്ച് ഞാൻ ബലിയായി ഞാൻ അവനെ വീണ്ടെടുത്തോളാം. ആ തീരുമാനം അനുസരിച്ചാണ് നമ്മൾ ലോകസ്ഥാപനത്തിന് മുമ്പേ നമ്മെ അവനിൽ തിരഞ്ഞെടുത്തു എന്ന് പറയും. അതിൽ മറിയാം ഉൾപ്പെടും. ഞങ്ങളുടെ പ്രാർത്ഥനയിൽ, പാതിരാത്രിയിൽ പ്രാർത്ഥനയിൽ ഞങ്ങൾ അങ്ങനെ ചൊല്ലുന്നുണ്ട്, വിശുദ്ധ കന്യാമറിയാമേ ആദ്യം മുതൽ തന്നെ പിതാവിനാൽ തിരഞ്ഞെടുക്കപ്പെട്ടവളെന്നാണ്. ആദ്യം മുതലേ തന്നെ പിതാവിനാൽ തിരഞ്ഞെടുക്കപ്പെട്ടവളെ എന്ന് പറയുമ്പോൾ, ആ തിരഞ്ഞെടുപ്പിന് ദൈവം മറിയാമിനെ കണ്ടിരുന്നു. അത് സത്യമാണ്, പിതാവ് കണ്ടിരുന്നു. പക്ഷെ ക്രമ കൊണ്ടൊന്നും അവളെ നടച്ചില്ല. അവളെ അമലോത്ഭവമായി സൃഷ്ടിച്ചുമില്ല. അമലോത്ഭവ എന്ന് പറയുമ്പോൾ അമലയായി ഉദ്ഭവിക്കപ്പെട്ടവൾ. അമല എന്ന് വെച്ചാൽ വിശുദ്ധിയായി ഉദ്ഭവിക്കപ്പെട്ടവൾ, അല്ലെങ്കിൽ ജനിച്ചവൾ എന്നൊക്കെ അല്ലേ അർത്ഥം. അങ്ങനെയാണ് സഭ വിശ്വസിക്കുന്നത്. പിന്നെ രണ്ടാമതായിട്ട് അച്ഛൻ പറയുന്നത്, മറിയം അവൾ ഗർഭപാത്രത്തിൽ ഉരുവായ സമയത്ത് തന്നെ വിശുദ്ധീകരിക്കപ്പെട്ടു എന്നാണ്. അങ്ങനെ ഒരു തെളിവ് വേദപുസ്തകത്തിലില്ല. യുയാക്കീമിൻ്റെയും ഹന്നയുടെയും മകളായി ജനിച്ച മറിയാം അവൾ ഗർഭത്തിൽ ഉരുവായപ്പോൾ തന്നെ ശുദ്ധീകരിക്കപ്പെട്ടതായിട്ട് അവരുടെ പിതാക്കന്മാർ അങ്ങനെ പറയുന്നുണ്ടെന്നാണ് അച്ഛൻ പറഞ്ഞത്. അതിപ്പോൾ നമുക്ക് എല്ലാം അംഗീകരിക്കാൻ പറ്റില്ല. വേദപുസ്തകത്തിൽ, ഒരു പുസ്തകത്തിലൊന്നും അങ്ങനെ ഒരു രേഖയില്ല. ലൂക്കോസ് 1:26 മുതൽ വായിക്കുമ്പോഴാണല്ലോ ഗബ്രിയേൽ മാലാഖ ചെന്ന് ദൈവത്തിൻ്റെ വചനം അവളോട് പറഞ്ഞ കാര്യങ്ങൾ ക്രമീകരിക്കുന്നു. അവിടെ ഗബ്രിയേൽ മാലാഖ പറഞ്ഞത്, കൃപ നിറഞ്ഞവളെ നിനക്ക് സമാധാനമെന്ന്. കൃപ നിറഞ്ഞിരിക്കുന്നവളെ എന്നല്ല. പാസ്റ്റിലേക്ക് പോകാൻ പറ്റില്ല. ദൈവസന്നിധിയിൽ നീ കൃപ കണ്ടെത്തിയിരിക്കുന്നു, ദൈവത്തിൽ നിന്ന് നിനക്ക് കൃപ ലഭിച്ചു എന്ന് തന്നെയാണ് 1 ലൂക്കോസ് 1:30 പറയുന്നത്. നിനക്ക് ദൈവത്തിൻ്റെ കൃപ ലഭിച്ചു. ലഭിച്ചിട്ടുണ്ടെന്നല്ല, ലഭിച്ചിരുന്നു എന്നല്ല, ഇപ്പോൾ ലഭിക്കണേ. അതുകൊണ്ടാണ് നിനക്ക് ആ സമാധാനം തന്നതെന്നാണ് എൻ്റെ അർത്ഥം.
ആ കൃപ ലഭിച്ചപ്പോൾ മുതൽ അവൾ ആദാമ്യ ഭാവത്തിൽ നിന്നും വിമുക്തയായി. പിന്നെ പരിശുദ്ധ റൂഹ അവളിൽ ആവസിച്ചപ്പോൾ അത് അവൾ പൂർണ്ണമായും വിശുദ്ധയായിട്ട് തീർന്നു. അന്ന് മുതലേ അവൾ വിശുദ്ധയാകുന്നുള്ളൂ. പരിശുദ്ധാത്മാവ് നിന്റെ മേലെ ഒരു അത്യുന്നതിൻ്റെ ശക്തി നിന്നെ നിഴലിക്കും. ആകയാൽ ഉത്ഭവിക്കുന്ന പ്രജ ദൈവപുത്രൻ എന്ന് വിളിക്കപ്പെടും. പരിശുദ്ധ റൂഹായുടെ ശക്തിയാലാണ് അവൾ ആദാമ്യ ഭാവത്തിൽ നിന്ന് വിശുദ്ധീകരിക്കപ്പെടുന്നതും ദൈവത്തിൻ്റെ കൃപ ലഭിച്ചതും. അത് നാം മനസ്സിലാക്കണം. ആദ്യകാലം മുതലല്ല അമലോത്ഭവം ഇല്ല. പിന്നെ അടുത്തൊരു പോയിന്റ്, കഹരിത്തോവനെ എന്ന വാക്ക്, ഗ്രീക്ക് വാക്ക് ഉപയോഗിച്ച് അദ്ദേഹം ഒരുപാട് കാര്യങ്ങൾ അവിടെ പറയുന്നുണ്ട്. കഹരിത്തോവനെ എന്നുള്ളതിൻ്റെ അർത്ഥം അദ്ദേഹം തന്നെ പറയുന്നത് കൃപ ലഭിച്ചവൾ, കൃപ നിറഞ്ഞവൾ, നന്മ നിറഞ്ഞവൾ, വരപ്രസാദം കിട്ടിയവൾ, ദൈവത്താൽ പ്രീതി നേടിയവൾ. ഇതെല്ലാം കൊണ്ടുവന്ന ഈ സന്ദർഭത്തിൽ അദ്ദേഹം ഉപയോഗിക്കണം. സാധാരണ ഒരു വാക്കിന് പല അർത്ഥങ്ങളുണ്ടാകും. അത് അതിൻ്റെ കോണ്ടെക്സ്റ്റ് അനുസരിച്ചാണ് പ്രയോഗിക്കുന്നത്. എല്ലാ അർത്ഥങ്ങളും ഒരു കോണ്ടെക്സ്റ്റിൽ തന്നെ ഉപയോഗിച്ച് വ്യാഖ്യാനം നടത്തുന്നത് അത്ര ശരിയായ രീതിയല്ല. നന്മ നിറഞ്ഞവളെന്ന് മാലാഖ പറഞ്ഞിട്ടില്ല. കോഹരിത്തോവനെന്ന് അതിന് അർത്ഥം എന്താണെന്ന് വെച്ചാൽ പറയുന്നു, നന്മ നിറഞ്ഞത് ദൈവം മാത്രമേ ഉള്ളൂ. മർക്കോസ് 10:17 മുതൽ വായിക്കുമ്പോൾ ഒരുവൻ അവനെ സമീപിച്ച് നല്ലവനായ ഗുരു എന്ന് പറയുന്നുണ്ട്. ഉടനെ കർത്താവ് പറയുന്നത്, നീ എന്നെ നല്ലവനെന്ന് വിളിക്കുന്നത് എന്തെന്നാണ്? ദൈവം ഒരുവനല്ലാതെ നല്ലവനാരുമില്ല. കർത്താവ് പറയുന്നത് ദൈവം ഒരുവനല്ലാതെ നല്ലവനാരുമില്ല. ഈ ദൈവത്തിന് പറയാമായിരുന്നു, ദൈവവും എന്നെ പ്രസവിച്ച അമ്മയും കൂടാതെ നല്ലവർ ആരുമില്ല എന്ന് കർത്താവ് പറഞ്ഞില്ല. അപ്പം നന്മ നിറഞ്ഞവൻ എന്ന് പറഞ്ഞാൽ, നല്ലവൻ എന്ന് പറഞ്ഞാൽ അത് ദൈവം തന്നെയാണ്. ഒരു മനുഷ്യനിൽ പൂർണ്ണതയില്ല ഉണ്ടോ? അപ്പം നന്മ നിറഞ്ഞവളെന്ന് നമ്മൾ പറയണ്ട. മറിയാമിനെ ദൈവത്വത്തോട് സമമാക്കണ്ട. അപ്പം തൃത്വത്തിൽ നാലാമത്തെ ആളായിട്ട് മറിയാൻ മാറും. അതൊരിക്കലും ഞങ്ങളുടെ സഭ അംഗീകരിക്കുന്നില്ല. പരിശുദ്ധാത്മ വന്നപ്പോൾ അവളുടെ ആദാമ്യ ഭാവത്തിൽ നിന്നും അതേവരെയുള്ള കർമ്മഭാവങ്ങളിൽ നമ്മൾ മോചിതയായി. 8ാമതായിട്ട് പറയുമ്പോൾ ദൈവത്തിൻ്റെ വചനം ഗബ്രിയേൽ മാലാഖ വഴി, അതായത് പിതാവിൻ്റെ വചനം ഗബ്രിയേൽ മാലാഖ വഴി അവളുടെ ഉദരത്തിൽ പ്രവേശിച്ചു. വചനത്തിലെ ദൈവത്വവും അവളുടെ ശരീരത്തിൽ നിന്നുള്ള രക്തവും മാംസവും എടുത്ത് ആ മനുഷ്യത്വം ഈ ദൈവത്വവുമായി സംയോജിച്ചു, ഒരിക്കലും വേറെ പിരിയാത്ത വിധം. അതാണ് സഭയുടെ വിശ്വാസം. ആ ദൈവത്തെ, ആ ദൈവ മനുഷ്യനെ അവൾ 9 മാസം ഗർഭത്തിൽ വഹിച്ച് പ്രസവിച്ചു. അതുകൊണ്ട് അവൾ ദൈവമാതാവാണ്. അത് നമ്മൾ അംഗീകരിക്കും. ആദ്യകാലം മുതൽ പിതാവ് തിരഞ്ഞെടുത്തു, ഇവള് പറ്റിയവളാണ്, എൻ്റെ മകന് അമ്മയാകാൻ പറ്റിയവളാണ് എന്ന് പിതാവ് മനസ്സിൽ കണ്ടിട്ടുണ്ട്. അത് ആരോടും പറഞ്ഞിട്ടുമില്ല. പിതാവിൻ്റെ മനസ്സിൽ വരുന്നു പുത്രൻ അറിയും, പരിശുദ്ധ റൂഹായും അറിയും. പക്ഷെ മറിയാമെന്നൊന്നും അറിഞ്ഞിട്ടില്ല. അവളെ അമലോത്ഭവയാക്കിയിട്ടുമില്ല. ഗർഭത്തിൽ വെച്ച് തന്നെ അവളെ വിശുദ്ധീകരിച്ചിട്ടുമില്ല. ഞാൻ എല്ലാ തലമുറകളും എന്നെ ഭാഗ്യവതി എന്ന് വാഴ്ത്തുമെന്ന് മറിയാൻ പറഞ്ഞപ്പോഴാണ് ഗർഭവതിയായതിനു ശേഷമാണ്. അത് ലൂക്കോസ് 2:48 ഇന്ന് മുതൽ സർവ്വ തലമുറകളും എന്നെ ഭാഗ്യവതി എന്ന് വാഴ്ത്തും. ഇന്ന് മുതൽ, ആദ്യകാലം മുതലില്ല. അച്ഛൻ അങ്ങനെയൊക്കെ കുറേയൊക്കെ സമർത്ഥിക്കുന്നുണ്ട്. അദ്ദേഹം ഒരുപാട് പാടുപെടുന്നുണ്ട്. എന്തുമാത്രം വിശ്വാസമാണ് അതിനകത്ത് അടങ്ങിയിരിക്കുന്ന, തിയോളജിയായിട്ട് അടങ്ങിയിരിക്കുന്നതെന്നൊക്കെ പറഞ്ഞ് അദ്ദേഹം സമർത്ഥിക്കാൻ ഒത്തിരി ബുദ്ധിമുട്ടുന്നുണ്ട്. പക്ഷേ അത്
കൂട്ടിച്ചേർന്ന് പോണില്ല. ഗർഭവതിയായപ്പോൾ ഒന്നും പറയാം, കാരണം അവളെ ദൈവമനുഷ്യ ഗർഭത്തിൽ ധരിച്ചിരിക്കുക. അതുകൊണ്ട് ഇന്ന് മുതൽ എല്ലാ തലമുറകളും എന്നെ ഭാഗ്യവതി എന്ന് വാഴ്ത്തും. അത് വളരെ പരമാർത്ഥം. ഇന്നും ഭാഗ്യവതിയാണ്. ഇന്നു മുതൽ അവൾ ഗർഭവതിയായപ്പോൾ മുതൽ ഭാഗ്യവതിയാണ്. ഇന്നും ഭാഗ്യവതിയാണ്. അവൾ വിശുദ്ധ കന്യകയാണ്. കന്യാത്വത്തിന് ഭംഗം വരാതെ അവൾ പ്രസവിച്ചു. ഇപ്പോഴും എപ്പോഴും അവൾ കന്യക തന്നെ. പിന്നെ എലിസബത്ത് പറഞ്ഞ കാര്യം, എലിസബത്ത് എപ്പോഴാണ് പറയേണ്ടത്? ഗർഭവതിയായ മറിയാം എലിസബത്തിൻ്റെ അടുത്ത് ചെന്നു. വകയിലൊരു കൊച്ചം വേണം. മറിയാം ദാവീദ് വംശജ തന്നെയാണ്. പലരുടെയും ധാരണം എലിസബത്താണ് ദാവീദിൻ്റെ വംശപരമ്പരയിൽപ്പെട്ടതെന്ന്. അങ്ങനെയല്ല. ഈ മറിയാം ദാവീദിൻ്റെ വംശപരമ്പരയിൽപ്പെട്ടവളാണ്. യേസോപ്പുമായി പറഞ്ഞപ്പോൾ കല്യാണം നടത്തിയിട്ടുള്ളൂ, വിവാഹനിശ്ചയം നടത്തിയിട്ടുള്ളൂ, വിവാഹം നടത്തിയിട്ടില്ല. യേസോപ്പ് ഒരു കാരണവശാലും അവളെ തൊട്ടിട്ടില്ല. യേസോപ്പിന് യാതൊരു പങ്കുമില്ല യേശുവിൻ്റെ ജനനത്തിൽ. അപ്പോൾ യേസേപ്പിൻ്റെ മകൻ എന്നാണ് പറയുന്നത്. വളർത്തു പിതാവ് എന്നുള്ള അർത്ഥത്തിലെടുത്താൽ മതി, അതെല്ലാവർക്കും അറിയാം. ഇപ്പോൾ ഗർഭവതിയായ മറിയാം എലിസബത്തിനെ സന്ദർശിച്ചപ്പോൾ എലിസബത്തോട് പറഞ്ഞത്, സ്ത്രീകളിൽ നീ അനുഗ്രഹിക്കപ്പെട്ടവൾ, നിന്റെ ഗർഭഫലവും അനുഗ്രഹിക്കപ്പെട്ടത്. ഗർഭഫലം അനുഗ്രഹിക്കപ്പെട്ടതായതുകൊണ്ടാണ് മറിയാം അനുഗ്രഹിക്കപ്പെട്ടവളായി തീരുന്നത്. എൻ്റെ കർത്താവിൻ്റെ മാതാവ് എൻ്റെ അടുക്കൽ വരുവാനുള്ള ഭാഗ്യം എനിക്ക് എവിടെ നിന്നുണ്ടായി. ഗർഭവതിയായ മറിയാമിനെ നോക്കിക്കൊണ്ടാണ് മറിയാം എലിസബത്ത് എന്ന് പറഞ്ഞത്. അത് പരിശുദ്ധാത്മാവ് പറഞ്ഞവളെ പറഞ്ഞതാണ്. എൻ്റെ ഭാഗ്യവതി എന്ന് മറിയാം പറഞ്ഞതും പരിശുദ്ധാത്മാവ് പറഞ്ഞവളായിട്ടാണ്. അപ്പോൾ പരിശുദ്ധാത്മാവാണ് പ്രഖ്യാപിക്കുന്നത്. പിന്നെ അച്ഛൻ പറഞ്ഞത് 1854 മാർപ്പാപ്പായി പ്രഖ്യാപനം നടത്തുന്നതെന്നാണ്. അപ്പം അതുകൊണ്ട് തന്നെ അത് ഇത്ര നാളെന്നുകൊണ്ട് പ്രഖ്യാപിച്ചില്ല. AD 325 നിക്കാ സുനദോസിലെടുത്ത തീരുമാനങ്ങളിൽ നിന്നും അണുവിട പോലും വ്യതിചലിക്കാത്ത ഒരു സഭ യാക്കോബായ സഭയാണ്. അതാണ് ഞങ്ങളുടെ പാരമ്പര്യത്തിലൊക്കെ ഉറച്ചു നിൽക്കുന്നത്. ഞങ്ങളുടെ സഭ സത്യസഭയാണെന്ന് ഞങ്ങൾ പറയുന്നത്. ഈ 3 പൊതു സുന്നതോസുകളിൽ നിന്ന് മറ്റെല്ലാ സഭകളും തെറ്റിപ്പോയി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിറിയക് ഓർത്തഡോക്സ് സഭ, കോപ്റ്റിക് ഓർത്തഡോക്സ് സഭ, അർമീനിയൻ ഓർത്തഡോക്സ് സഭ, ഈ 3 സഭകൾ ഒഴിച്ച് മറ്റെല്ലാ സഭകളും തെറ്റിപ്പോയി. അപ്പോൾ സത്യവിശ്വാസം ഞങ്ങൾ പാലിക്കുന്നു. അതിൽ നിന്ന് ഞങ്ങൾ ഒരിക്കലും പുറകോട്ട് പോവില്ല. ആദ്യകാലം മുതൽ ഞങ്ങൾ അതിൽ തന്നെ സ്ഥിതി ചെയ്യുന്നു. 451 കൽക്കിദോൻ സുന്നതോസിന് ശേഷമാണ് റോമാസഭ ഉടലെടുത്തത്. പിന്നെ അതങ്ങനെ ഒത്തിരി വരുന്നുണ്ട്, ഞാൻ ആ ഭാഗത്തേക്ക് വരുന്നില്ല. അപ്പോൾ ഈ ഭാഗം മാത്രമേ ഇപ്പോൾ പറയുന്നുള്ളൂ. അപ്പോൾ ഞങ്ങളുടെ സഭയെ സംബന്ധിച്ചിടത്തോളം ഒരിക്കലും മറിയാം അമലോത്ഭവയല്ല, വേദപുസ്തകത്തിൻ്റെ തെളിവിൻ്റെ അടിസ്ഥാനത്തിലാണ് പറയുന്നത്. ദൈവം നമ്മെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.